PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഒരു മാസത്തിനകം അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് മുഖ്യമന്ത്രി DGPക്ക് നിർദ്ദേശം നൽകിയത്. ADGPക്കെതിരെ നടപടി ശുപാർശ ചെയ്യുന്ന അന്വേഷണ റിപ്പോർട്ടുകളാവും DGP നൽകുക എന്നാണ് വിവരം. 4-ാം തീയതി ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിന് മുന്നോടിയായി ADGPക്കെതിരെ നടപടി സ്വീകരിച്ച മുഖം രക്ഷിക്കാനാണ് സർക്കാരിന്റെ നീക്കം. അതേസമയം അന്വേഷണ റിപ്പോർട്ട് കണ്ടതിനു ശേഷമേ മൊഴി നൽകൂ എന്നും നാടകത്തിന് എന്തിനു കൂട്ടുനിൽക്കണമെന്നും PV അൻവർ MLA ചോദിച്ചു. ഇന്നലെ ഉച്ചയ്ക്ക് വൈകിട്ട് 4 മണിക്കാണ് വിജിലൻസ് DYSP അടക്കമുള്ള സംഘം തിരുവനന്തപുരത്ത് നിന്ന് വന്നിട്ട് എൻ്റെ അടുത്ത് നിന്ന് മൊഴിയെടുക്കാൻ വരുന്നത്. ഞാൻ പറഞ്ഞു മൊഴി തരാൻ പറ്റില്ല, നാളത്തെ റിപ്പോർട്ട് കഴിയിട്ട് നിങ്ങൾ എവിടെയായിരുന്നു ചോദിച്ചത്. നാളെ റിപ്പോർട്ട് കൊടുക്കേണ്ടതിന് ഇന്നലെ 4:30 മണിക്ക് ഇവർ വന്ന് എൻ്റെ അടുത്ത് മൊഴിയെടുക്കാൻ ശ്രമിക്കുന്നു പറഞ്ഞാൽ എത്ര അപഹാസ്യമാണ് ഈ അന്വേഷണം. SITയുടെ ഭാഗമായിട്ട് വിജിലൻസ്. ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. ഈ ഒരു മാസത്തെ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ഈ വിഷയങ്ങൾ പ്രഥമ ദൃഷ്ടിയ അതിൽ അന്വേഷണം നടത്താനാണല്ലോ ഒരു മാസം വെച്ചത്. ഇതിലൊക്കെ വരുമല്ലോ 30 ദിവസം തികയുന്ന അന്വേഷണ റിപ്പോർട്ടൊന്ന് കാണട്ടെ, എന്നിട്ട് വേണമല്ലോ മൊഴി കൊടുക്കണോ വേണ്ടില്ലെങ്കിൽ ആ പരാതി കൊണ്ട് പിൻവലിച്ചാൽ മതിയല്ലോ. വെറുതെ ഈ നാടകത്തിന് എന്തിനാണ് ഞാൻ നിൽക്കുന്നത്? ഞാൻ നിൽക്കാൻ തയ്യാറല്ല. എനിക്ക് കോടതിയെ സമീപിക്കാനേ മാർഗമുള്ളൂ. ADGPയെ മാറ്റണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CPI. പാർട്ടി നിലപാടാണ് തന്റെയും അഭിപ്രായമെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ പറഞ്ഞു. അത് എൻ്റെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് ആ വഴിക്ക് നീങ്ങും. പാർട്ടിയുടെ നിലപാട് പാർട്ടി സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. ആ അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. റിനു ശ്രീധർ വിവരങ്ങൾ നൽകും. റിനു, ഇപ്പോൾ നാളെ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണോ ലഭിക്കുന്ന സൂചന? അങ്ങനെയെങ്കിൽ ഈ ആരോപണങ്ങൾ ഉന്നയിച്ച PV അൻവർ ഇക്കാര്യത്തിൽ ഒരു മൊഴി നൽകാൻ തയ്യാറായിട്ടില്ല. PV അൻവറിന്റെ അടുത്തേക്ക് അവസാന ദിവസം വരുന്നത് തന്നെ ഇതിലൊരു കൃത്യമായ അന്വേഷണം നടത്തുന്നില്ല എന്നതിന്റെ സൂചനയാണെന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു. അപ്പോൾ തട്ടിക്കൂട്ട് റിപ്പോർട്ട് നൽകിക്കൊണ്ട് ADGP ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുക എന്നതിലേക്കാകുമോ കാര്യങ്ങൾ നീങ്ങുക? സ്മൃതി, ADGP MR അജിത് കുമാറിനെതിരായിട്ടുള്ള അന്വേഷണം ഒരു മാസത്തിനകം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയതും ഉത്തരവിൽ പറയുന്നതും. ഈ ഒരു മാസം എന്ന് പറയുമ്പോഴേക്ക് ഏകദേശം 15 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അടിയന്തരമായി ഒരു റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ അതിനുശേഷമാണ് ADGP RSS BJP കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അന്വേഷണം കൂടി നടത്തുവാനും അത് ഒരുമിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുവാനും മുഖ്യമന്ത്രി നിർദ്ദേശമായി നൽകുന്നത്. അതുകൊണ്ട് ഈ മാസം 3-ാം തീയതി ഒരു മാസ കാലാവധി കഴിയുകയാണ്. അതുകൊണ്ട് തന്നെ നാളെ ഒരുമിച്ച് റിപ്പോർട്ട് സമർപ്പിക്കും എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഇന്നലെ ഈ റിപ്പോർട്ട് സമർപ്പിക്കും എന്നുള്ളൊരു വിവരം നമുക്ക് ലഭിച്ചിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി സ്ഥലത്തില്ലാത്തതിനാൽ ആഭ്യന്തര സെക്രട്ടറിക്കാണ് സാധാരണ നൽകുന്നതെങ്കിലും മുഖ്യമന്ത്രി എത്തിയതിനു ശേഷം ഈ ഒരു റിപ്പോർട്ട് നൽകിയാൽ മതി എന്നുള്ളൊരു നിർദ്ദേശം ലഭിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ലഭിക്കുന്ന വിവരം. ഇതിനെ തുടർന്നാണ് ഇന്ന് അല്ലെങ്കിൽ നാളെ രാവിലെയോടുകൂടി ഈ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുവാൻ വേണ്ടി അന്വേഷണ സംഘം DGP തന്നെ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ളൊരു സമ്മർദ്ദം സംസ്ഥാന സർക്കാരിനെതിരെ ഉണ്ടാകുന്നുണ്ട് ADGP വിഷയത്തിൽ എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. കാരണം DGP തന്നെ ADGPക്കെതിരെ നടപടി ശുപാർശ ചെയ്യുന്നൊരു റിപ്പോർട്ട് ആണ് സമർപ്പിക്കാൻ പോകുന്നത് എന്നുള്ളൊരു വിവരമാണ് ലഭിക്കുന്നത്. എന്തായാലും 4-ാം തീയതി ഈ നിയമസഭാ സമ്മേളനം ആരംഭിക്കുകയാണ്. അന്ന് ചരമോപചാരം അർപ്പിച്ച് പിരിയുകയാണെങ്കിൽ പോലും തുടർന്നുള്ള ദിവസങ്ങളിൽ തിങ്കളാഴ്ച മുതൽ വലിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിലേക്ക് നിയമസഭ പോകുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല. നാളെ CPIയുടെ എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നു തിരുവനന്തപുരത്ത്. അതുകൊണ്ട് തന്നെ CPI സമാധാനിപ്പിക്കാനെങ്കിലും ഒരു നടപടി ADGPക്കെതിരെ ഉണ്ടാകും എന്നുള്ളതാണ്. അത് ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തുക മാത്രമായിരിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും PV അൻവർ ഉൾപ്പെടെയുള്ളവർ മൊഴി നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതൊരു തട്ടിക്കൂട്ട് റിപ്പോർട്ടാണ്, അല്ലെങ്കിൽ ഒരു പ്രഹസനം മാത്രമാണ്, ഈ നാടകത്തിന് കൂട്ടുനിൽക്കില്ല എന്നൊക്കെ തന്നെയാണ് പറഞ്ഞു വരുന്നത്. എന്താണ് ഈ റിപ്പോർട്ട് എന്നുള്ളതിന് അറിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് PV അൻവർ ഉൾപ്പെടെ ഉള്ളവർ പറയുന്നത്. എന്തായാലും ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ഉൾപ്പെടെയുള്ളവർ CPI നിലപാട് അതായത് കടുപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. പാർട്ടി സെക്രട്ടറി പറഞ്ഞ അതേ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചത്. എന്തായാലും ADGPക്കെതിരെ റിപ്പോർട്ട് നാളേക്ക് മുമ്പ് സമർപ്പിക്കുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. സ്മൃതി. ശരി, റിനു ശ്രീധരാണ് വിവരങ്ങൾ നൽകിയത്.